Good morning. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് കോമ്പൗണ്ട്സ് ഓഫ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 13 എലമെൻറ്റ്സിൽ ഔട്ടർ കോൺഫിഗറേഷൻ വരുന്നത് NS2 NP1 കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ മാക്സിമം 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ മാക്സിമം 6 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് 3 കോവലന്റ് ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ബോറോൺ ആണ് കോവലന്റ് ബോണ്ട് കാണിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത്. ബോറോൺ ആകെ കോവലന്റ് ബോണ്ട് മാത്രമേ കാണിക്കുള്ളൂ. ഇനി 13th ഗ്രൂപ്പിൽ താഴത്തോട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കോവലന്റ് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യും, അയോണിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് 3 ടൈപ്പ് ഉണ്ട്. ആക്ഷൻസ് വിത്ത് വാട്ടർ, ഫോർമേഷൻ ഓഫ് ഹൈഡ്രേറ്റ്സ്, ഫോർമേഷൻ ഓഫ് ഹാലൈറ്റ്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആക്ഷൻ വിത്ത് വാട്ടർ ആണ്. ഫസ്റ്റ് നമുക്ക് ബോറോണിൻ്റെ കേസ് എടുക്കാം. ബോറോണിൻ്റെ കേസിൽ വാട്ടറുമായിട്ട് ബോറോൺ റിയാക്ട് ചെയ്യൽ വളരെ കുറവാണ്. അതായത് ആകെ സ്റ്റീമാറ്റ് റെഡ് ഹീറ്റ് മാത്രമേ ബോറോൺ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. കോൾഡ് വാട്ടറിലാണെങ്കിലോ ബോയിൽഡ് വാട്ടറിലാണെങ്കിലോ ബോറോൺ റിയാക്ട് ചെയ്യില്ല. ഇവിടെ സ്റ്റീം റെഡ് ഹീറ്റിൽ റിയാക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് 2 boron plus 6 H2O gives 2 H3BO3 plus 3 H2. ഇവിടെ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ H3BO3, ദാറ്റ് ഈസ് ഓർത്തോബോറിക് ആസിഡ്. സെക്കൻഡ് കേസ് നമുക്ക് അലുമിനിയത്തിൻ്റെ നോക്കാം. അലുമിനിയം നോട്ട് എഫക്റ്റഡ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. അതായത് ഓർഡിനറി ടെമ്പറേച്ചറിൽ അലുമിനിയം ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തൊരു ഓക്സൈഡ് ഫോർമേഷൻ ഉണ്ടാകും. അത് കാരണത്താൽ ആ ഓക്സൈഡിനെ ബ്രേക്ക് ചെയ്യാൻ ഓർഡിനറി ടെമ്പറേച്ചറിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓർഡിനറി ടെമ്പറേച്ചറിൽ അലുമിനിയം റിയാക്ട് ചെയ്യില്ല. അലുമിനിയം റിയാക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബോയിൽഡ് വാട്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റീം അറ്റ് റെഡ് ഹീറ്റ്. ഈ 2 കേസിലെ അലുമിനിയം റിയാക്ട് ചെയ്യുന്നുള്ളൂ. ആ അലുമിനിയം റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് 2Al plus 6 H2O gives 2AlOH thrice plus 3 H2. ഇവിടെയും നേരത്തെ പോലെ തന്നെ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇതായിരിക്കും. ഇനി ഒരു കേസ് പറയുന്നത് മെർക്കുറിൻ്റെ പ്രസൻസിലാണെങ്കിൽ അലുമിനിയം അമാൽഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അങ്ങനെ അമാൽഗം ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓക്സൈഡ് ഫോർമേഷൻ, അതായത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഫോം ചെയ്യുന്ന ഓക്സൈഡിനെ ഈ അമാൽഗം ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് ഈസി ആകും. അങ്ങനെ അമാൽഗം ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ ഓർഡിനറി ടെമ്പറേച്ചറിലും അലുമിനിയം കോമ്പൗണ്ട് ഫോം ചെയ്യും. നമ്മളിപ്പോൾ ബോറോണിൻ്റെയും അലുമിനിയത്തിൻ്റെയും കേസ് പറഞ്ഞു. നെക്സ്റ്റ് കേസ് ഇനി ഗാലിയം ആൻഡ് ഇൻഡിയം. ഗാലിയം ഇൻഡിയം ഡസ് നോട്ട് റിയാക്ട് വിത്ത് ബോയിലിംഗ് വാട്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഗാലിയവും ഇൻഡിയവും ബോയിലിംഗ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അടുത്ത എലമെൻറ്റ് താലിയം. താലിയം ഡസൻ റിയാക്ട് വിത്ത് എയർ ഫ്രീ വാട്ടർ. എയർ ഫ്രീ വാട്ടറുമായിട്ട് താലിയം റിയാക്ട് ചെയ്യുന്നില്ല. താലിയം 2 കേസായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് റിയാക്ഷനിൽ സ്റ്റീമുമായിട്ട് താലിയം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് താലിയം ഓക്സൈഡാണ്. ഹോട്ട് വാട്ടറുമായിട്ട് നമ്മൾ താലിയത്തിനെ റിയാക്ട് ചെയ്യിക്കുകയാണെങ്കിൽ, അതായത് 2Tl plus 2H2O ഹോട്ട് വാട്ടർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് താലിയം ഹൈഡ്രോക്സൈഡാണ്. 2Tl plus H2O സ്റ്റീം ആണെങ്കിൽ താലിയം ഓക്സൈഡ് പ്ലസ് H2. റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ ആണെങ്കിൽ താലിയം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആക്ഷൻ വിത്ത് വാട്ടർ നോക്കി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് ഹൈഡ്രേറ്റ്സ്. ഗ്രൂപ്പ് 13 എലമെൻറ്റിൻ്റെ കേസിൽ ഡയറക്റ്റ് ആയിട്ട് ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നില്ല.
നോ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് റിയാക്ട് ഡയറക്ട്ലി വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് ഡയറക്റ്റ്ലി റിയാക്ട് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നില്ല ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. ഫോം ഹൈഡ്രേറ്റ്സ് ഓഫ് ടൈപ്പ് MH3 ഇൻഡയറക്ട്ലി. ഇൻഡയറക്റ്റ് ആയിട്ട് MH3 എന്ന ജനറൽ ഫോർമുലയിലാണ് ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രേറ്റ്സ് ഡിക്രീസസ്. നമ്മൾ ഡൗൺ ഗ്രൂപ്പിൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഹൈഡ്രേറ്റ്സിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബോറോൺ, അതായത് ഇനി ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ബോറോൺ എങ്ങനെയാണ് ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നത് നോക്കാം. ബോറോൺ ഹൈഡ്രേറ്റ് BH3 എക്സിസ്റ്റ് ഇൻ ഡൈമറിക് ഫോം B2H6. അതായത് ബോറോൺ ഹൈഡ്രേറ്റ് ആയിട്ടുള്ള BH3 B2H6 അതായത് ഡൈമറിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. B2H6നെ നമ്മൾ പറയുന്നത് ഡൈബൊറൈൻ എന്നാണ്. ബോറോൺ ഫോംസ് നമ്പർ ഓഫ് ഹൈഡ്രേറ്റ്സ് റെഫർ ടു ആസ് ബോറൈൻസ്. അതായത് ബോറോൺസ് ഒരുപാട് ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ ബോറൈൻസ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ രണ്ട് സീരീസ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രണ്ട് സീരീസ് നമുക്ക് നോക്കാം. ഒന്ന് നിഡോബോറൈൻസ് ആൻഡ് അടുത്തത് അരാക്നോബോറൈൻസ്. നിഡോബോറൈൻസിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് BnH2n+4 ആണ്. അരാക്നോബോറൈൻസ് ആകുമ്പോൾ BnHn+6 ആണ്. ഇനി അടുത്ത എലമെന്റ് അലുമിനിയം. അലുമിനിയം ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കളർലെസ് ആയിട്ടുള്ള സോളിഡ് ആണ്. അത് പോളിമറിക് ഇൻ നേച്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പോളിമർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പോളിമർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോർമുല AlH3x ആയിട്ടാണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാലിയത്തിൻ്റെ കേസാണ്. ഗാലിയം ഫോംസ് ഹൈഡ്രേറ്റ് GaH3 ആയിട്ടാണ് ഗാലിയം ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബോറോണിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഡൈമറൈസേഷൻ കാണിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഗാലിയം. ഡൈമറൈസ്ഡ് ആയിട്ട് അത് Ga2H6 എന്ന ഫോമിലാണ് കാണുന്നത്. ബിലോ -50°C Ga2H6 condenses to a white solid. വളരെ ടെമ്പറേച്ചർ കുറഞ്ഞ് -50°C നമുക്ക് Ga2H6 ഒരു വൈറ്റ് സോളിഡായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് കാണാൻ കഴിയും. അറ്റ് -20°C ഇറ്റ് decomposes to constant elements. -20°C എത്തുമ്പോൾ അത് അതിൻ്റെ കോൺസ്റ്റന്റ് എലമെൻറ്റ്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. അടുത്ത എലമെൻറ്റ് ഇൻഡിയം. ഇൻഡിയത്തിൻ്റെ കേസിൽ InH3 എന്ന ഫോമിലാണ് ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നത്. -90°C അത് അതിൻ്റെ കോൺസ്റ്റന്റ് എലമെൻറ്റ്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത്. ഇനി ഇൻഡിയത്തിൻ്റെ പ്രസൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്പെക്ട്രോസ്കോപ്പിക്കലി ബൈ ട്രാപ്പിംഗ് ഇറ്റ് ഇൻ ആൻ ഇനേർട്ടഡ് മെട്രിക്സ്. ഒരു ഇനേർട്ടഡ് മെട്രിക്സിൽ ട്രാപ്പ് ചെയ്തിട്ട് സ്പെക്ട്രോസ്കോപ്പി വഴിയാണ് നമ്മൾ ഇൻഡിയത്തിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. താലിയം ഹൈഡ്രൈഡിൻ്റെ പ്രസൻസും നമ്മൾ ഇതേപോലെ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. താലിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിയം ഹൈഡ്രൈഡിനെക്കാട്ടിലും മോർ സ്റ്റേബിളാണ്. Due to their electron deficient characters, hydrates act as a Lewis acid. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അവ ഒരു ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഇനി ദസ് ബോറോൺ, അലുമിനിയം ആൻഡ് ഗാലിയം ഫോം ഹൈഡ്രൈഡ് അയോൺസ്. ബോറോണും അലുമിനിയം ഗാലിയം ഹൈഡ്രൈഡ് അയോൺസ് ഫോം ചെയ്യും. ഹൈഡ്രേറ്റ് അയൺ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഇക്വേഷനാണ് MH3+. ഇതൊരു ഇലക്ട്രോൺ അക്സെപ്റ്റ്, അതായത് ഹൈഡ്രേറ്റ് ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ
ഇലക്ട്രോൺ പെയർ ഡോണറുമായിട്ട് ഹൈഡ്രജൻ ആക്ട് ചെയ്യും. ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഹൈഡ്രൈഡ് ഇവിടെ ഫോം ചെയ്യും. In fact, alkali metal salts of sodium borohydride and lithium aluminum hydride. ആൽക്കലി മെറ്റൽ സാൾട്ട് ആയിട്ടുള്ള സോഡിയം ബോറോഹൈഡ്രൈഡും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഓർഗാനിക് സിന്തസിസിലൊക്കെയാണ് നമ്മൾ ഈ രണ്ട് കോമ്പൗണ്ട്സിനെ റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ആനയോൺസിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ BH4- greater than AlH4- greater than GaH4-. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഹാലൈഡ്സ്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, ട്രൈ ഹാലൈഡ്സ് ആൻഡ് മോണോ ഹാലൈഡ്സ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രൈ ഹാലൈഡ്സിൻ്റെ കേസാണ്. ട്രൈ ഹാലൈഡ്സിൽ ജനറൽ ഇക്വേഷൻസ് വരുന്നത് 2ms plus 3x2 gives 2mx3. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആയതുകൊണ്ടാണ് ഇത് ട്രൈ ഹാലൈഡ്സ് എന്ന ഫോമിൽ ട്രൈ ഹാലൈഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ട്രൈ ഹാലൈഡ്സ് കോവാലന്റ് ഇൻ നേച്ചർ ആർ ഹൈഡ്രലൈസ്ഡ് ഇൻ H2O. അതായത് ട്രൈ ഹാലൈഡ്സിന് കോവാലന്റ് നേച്ചർ ആയതുകൊണ്ട് തന്നെ അവ വാട്ടറിൽ ഹൈഡ്രലൈസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ BCl3 ആണ് എടുത്തിട്ടുള്ളത്. BCl3 ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോർഡിനേറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒരു Hഉം ഇവിടുന്ന് ഒരു Clഉം എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ഹാലൈഡ്, അതിനിപ്പോൾ ഇവിടെ ഇനി ഏത് ഹാലൈഡ്സ് ആണെങ്കിലും ക്ലോറിനോ ബ്രോമിനോ ഫ്ലോറിനോ ഏത് തന്നെ ആയാലും ഇവിടുന്ന് ഒരു ഹാലൈഡും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും കൂടി എലിമിനേറ്റ് ചെയ്ത് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതായിരിക്കും. ഈ പ്രോഡക്റ്റ് ഫർദർ വീണ്ടും H2O ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് BOH ത്രൈസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ ഓവറോൾ റിയാക്ഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. BCl3 + 3H2O gives BaOH ത്രൈസ് + 3HCl. അതായത് ഇത് വീണ്ടും H2O ആയിട്ട് റിയാക്ട് ചെയ്യും. H2O ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു OH twice ഫോം ചെയ്യും. ആ OH twiceൽ Hഉം Clഉം കൂടി എലിമിനേറ്റ് ചെയ്തിട്ട് പോയിട്ട് വീണ്ടും അങ്ങനെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് BOH ത്രൈസ് കിട്ടും. ഇൻ ദ കേസ് ഓഫ് BF3, അതായത് നമ്മൾ ക്ലോറിന് പകരം ഫ്ലോറിൻ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ the HF formed reacts further with the excess of BF3 to yield hydrofluoroboric acid. അതായത് എക്സസ് ആയിട്ടുള്ള BF3 വീണ്ടും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോഫ്ലൂറോബോറിക് ആസിഡ് കിട്ടും. അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. BF3 + 3H2O gives BOH thrice + 3HF. അതിൽ കിട്ടുന്ന ആ 3HF വീണ്ടും ബാക്കിയുള്ള BF3യുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് HbF4 കിട്ടും. ഇതിൻ്റെ ഒരു ഓവറോൾ റിയാക്ഷനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. 4BF3 + 3H2O gives 3HbF4 + BOH thrice. ഇനി നമ്മൾ ബോറോൺ അല്ലാത്ത ഗ്രൂപ്പ് 13 എലമെൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടെട്രാഹെഡ്രലോ ഒക്ടോഹെഡ്രലോ ആയിട്ടുള്ള സ്പീഷീസാണ് നമുക്ക് കിട്ടുന്നത്. അത് അക്വസ് മീഡിയത്തിൽ നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ ടെട്രാഹെഡ്രലോ അല്ലെങ്കിൽ ഒക്ടാഹെഡ്രലോ ആയിട്ടുള്ള സ്പീഷീസാണ്. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ AlCl3 അക്വസിലെ
AlH2O6 പ്ലസ് 3Cl മൈനസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ കേസിൽ ഇവിടെ ഒക്ടാഹെഡ്രൽ കേസാണ് ഉള്ളത്. ഇനി ട്രൈഹാലൈഡ്സിൻ്റെ കേസിൽ കോവലന്റ് ക്യാരക്ടർ ഡിക്രീസസ് ആൻഡ് അയോണിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. നേരത്തെ നമ്മൾ ഫോർമേഷൻ ഓഫ് ഹൈഡ്രേറ്റ്സിൽ പറഞ്ഞ പോലെ തന്നെ ഫോർമേഷൻ ഓഫ് ഹാലൈഡ്സിലും 13th ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കാരണം ഇറ്റ് ആക്ട് ആസ് എ ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലൂയിസ് ആസിഡ് ആൻഡ് ഫ്രം അഡീഷൻ കോമ്പൗണ്ട്സ് വിത്ത് ലൂയിസ് ബേസസ്, അതായത് ലൂയിസ് ബേസ് ആയിട്ടുള്ള NH3യുമായിട്ട് BF3 ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കോംപ്ലക്സ് ഹൈഡ്രൈഡ് ഫോം ചെയ്യും. F3B NH3 ഇതാണ് കോംപ്ലക്സ് ഹൈഡ്രൈഡ്. ഇനി ലൂയിസ് acidity decreases in the order of BX3 greater than AlX3 greater than GaX3 greater than LINX3. ഇപ്പോൾ ട്രൈ ഹാലൈഡ്സിൻ്റെ കേസ് കഴിഞ്ഞു. ഇനി പറയുന്നത് മോണോ ഹാലൈഡ്സിൻ്റെ കേസാണ്. മോണോ ഹാലൈഡ്സിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ബോറോണ് മോണോ ഹാലൈഡ് ഫോം ചെയ്യുന്നില്ല. എക്സെപ്റ്റ് ബോറോൺ ദ അതർ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഫോംസ് മോണോ ഹാലൈഡ്സ്. അതായത് ബോറോൺ അല്ലാത്ത ബാക്കി എല്ലാ എലമെൻറ്റ്സും, അതായത് അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒക്കെ തന്നെ മോണോ ഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. Of these, many are unstable. Indium monohalides can be prepared by heating the metal in limited amount of the halogen. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന മോണോ ഹാലൈഡ്സിൽ മെനി ആർ അൺസ്റ്റേബിൾ. ഇനി ഇന്ത്യം മോണോഹാലൈഡ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ദ മെറ്റൽ ഇൻ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഹാലജൻ. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഹാലജനിൽ ഇന്ത്യത്തിന് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യം ഹാലൈഡ് ഫോം ചെയ്യാൻ കഴിയും. ഇനി അതർ മറ്റുള്ള മോണോഹാലൈഡ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രൈ ഹാലൈഡ്സ് എന്നാണ്. ബാക്കിയുള്ള ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്, ഇന്ത്യ ഒഴികെയുള്ള ബാക്കി ഗ്രൂപ്പ് 13 എലമെൻറ്റ്സിനെ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രൈ ഹാലൈഡ്സിൽ നിന്നാണ്. അതായത് ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൈ ഹാലൈഡിൽ നിന്നാണ് നമ്മൾ മോണോഹാലൈഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ MX3 + 2M ഹീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3MX ഫോം ചെയ്യും. ഇനി സ്റ്റെബിലിറ്റി ഓഫ് മോണോഹാലൈഡ്സ് പറയുകയാണെങ്കിൽ ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് മോണോഹാലൈഡ്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ NS2 കോൺഫിഗറേഷൻ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. റിലക്റ്റൻസ് ഓഫ് NS2 ആണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ദ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കംസ് മോർ കോമൺ ഓൺ ഡിസെൻഡിങ് ദ ഗ്രൂപ്പ്. അതായത് താഴോട്ട് പോകുന്നിടത്തോളം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. താലിയം ട്രൈ ഹാലൈഡ് ആർ റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ. താലിയം ഫോംസ് ക്വൈറ്റ് സ്റ്റേബിൾ മോണോഹാലൈഡ്സ്. താലിയം മോണോഹാലൈഡ്സ് ആണ് കൂടുതലായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്.